സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ 24 മണിക്കൂറും സ്പെഷ്യലിസ്റ്റ് സേവനം ഉറപ്പാക്കുന്ന പദ്ധതിയുമായി ആരോഗ്യവകുപ്പ് മുന്നോട്ട്. ഡോക്ടർമാരുടെ പുനർവിന്യാസത്തിന് അന്തിമ രൂപരേഖയായി KGMOയുടെ എതിർപ്പ് തള്ളിക്കൊണ്ടാണ് പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത്. കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷന്റെ എതിർപ്പിനിടെയാണ് ആശുപത്രികളിലെ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ശക്തിപ്പെടുത്താനുള്ള ആരോഗ്യവകുപ്പിന്റെ നീക്കം. പുതിയ തസ്തികകൾ സൃഷ്ടിക്കാതെ പ്രധാന ആശുപത്രികളിൽ 6 സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളുടെ മുഴുവൻ സമയ സേവനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. പദ്ധതിയുടെ ആദ്യഘട്ടം പുനലൂരിൽ നടപ്പാക്കും. ഇവിടെ 15 സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ അധിക സേവനം ആവശ്യമായി വരും. കൊല്ലം ജില്ലയിലെ പ്രാഥമിക സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളിലെ 74 ഡോക്ടർമാരെ പുനർവിന്യസിക്കും. ആവശ്യാനുസരണം നഴ്സുമാരെയും മറ്റ് ജീവനക്കാരെയും മാറ്റി നിയമിക്കും. കൂടുതൽ ജീവനക്കാർ ആവശ്യമെങ്കിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ സേവനവും ഉപയോഗപ്പെടുത്തും. പുനലൂർ മാതൃക വിലയിരുത്തിയ ശേഷമാകും പദ്ധതി മറ്റു ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കുക. പുതിയ തസ്തികകൾ സൃഷ്ടിക്കാതെ PG യോഗ്യതയുള്ള അസിസ്റ്റന്റ് സർജൻമാരെ ജൂനിയർ കൺസൾട്ടന്റുമാരായി താൽക്കാലികമായി നിയമിക്കും. പിന്നീട് ഇവരുടെ തസ്തികകൾ പുനർനാമകരണം ചെയ്യാനും പദ്ധതിയുണ്ട്. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ പുനർവിന്യാസത്തിലുണ്ടാകുന്ന ഒഴിവുകൾ ജോലിഭാരം കുറഞ്ഞ ആശുപത്രികളിലെ ഡോക്ടർമാരെയും പുതിയതായി നിയമിക്കുന്ന PG യോഗ്യതയുള്ള അസിസ്റ്റന്റ് സർജൻമാരെയും ഉപയോഗിച്ച് നികത്തും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.